നഗരമധ്യത്തിൽ വീടിനുള്ളിൽ ഒരു കാട്. തിരുവനന്തപുരം പട്ടത്താണ് അത്തരമൊരു കാഴ്ച. മഞ്ഞു പെയ്യുന്ന ഒരു മഴക്കാട്. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായ ബൈജുവിന് വീട് വയ്ക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. വീടിനുള്ളിൽ സൂര്യപ്രകാശം നേരിട്ട് കടക്കണം, ഒപ്പം ഡൈനിങ് ഹാളിൽ ഇരുന്ന് നോക്കിയാലും കാട് കാണണം. ഞാൻ ഒരു നാട്ടിൻ പുറത്തുനിന്ന് നഗരത്തിൽ ചേക്കേറിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു വീട് എന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷെ അത് ചെയ്ത് തീർത്തപ്പോൾ ഇത്രയും അധികം മനോഹരമായി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം. അത് നുകരാൻ നമുക്കും നമ്മുടെ ഈ വീട്ടിൽ വരുന്ന എല്ലാവർക്കും സാധിക്കുന്നു എന്നതിൽ വളരെ അധികം സന്തോഷം. അങ്ങനെയാണ് വീടിനുള്ളിലെ ഇൻഡോർ ഔട്ട്ഡോർ ഡിസൈൻ ചെയ്യുന്ന ടിപ്പി ടാക്ക എന്ന സ്ഥാപനത്തെ സമീപിച്ചത്. ബൈജു അദ്ദേഹം വീട് വെച്ചപ്പോൾ തന്നെ വീടിന്റെ ഡബിൾ ഹൈറ്റില് സൺലൈറ്റ് വീടിന്റെ അകത്ത് ഇറങ്ങുന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരേ ആഗ്രഹം പറഞ്ഞുള്ളൂ, ഡൈനിങ്ങിന്റെ ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഫ്രണ്ടിൽ കാട് കാണണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാട് ഉണ്ടാക്കുക എന്നായിരുന്നു. ആ കാട് പോലെ തന്നെ വരണം, ഒരു വൈൽഡ്നെസ് വരണം, കാടിന്റെ ഒരു വൈൽഡായിട്ടുള്ള ഫോം വരണം. അപ്പൊ അങ്ങനെ വലിയ മരങ്ങൾ വേണ്ടിയുള്ളൂ. അപ്പൊ ചമത പോലത്തെ വലിയ മരങ്ങളാണ് അവിടെ ഉപയോഗിച്ചുള്ളത്. അപ്പൊ അതെല്ലാം ഇരിക്കുന്നത് പോട്ടിന്റെ അകത്താണ്. പക്ഷെ ഈ പോട്ട് പുറത്ത് കാണാനും പാടില്ല. അപ്പൊ അങ്ങനെ ലാവ സ്റ്റോൺ പോലെയുള്ള സ്റ്റോണുകൾ വെച്ചിട്ട് നമ്മൾ ഒരു സിംഗിൾ റോക്ക് പോലെ ഫോർമേഷൻ ഉണ്ടാക്കി ആ ഫോർമേഷന്റെ അകത്ത് പ്ലാന്റുകൾ സെറ്റ് ചെയ്തു. ഫേണും ഗാലറി അങ്ങനെ എല്ലാ വൈൽഡായിട്ട് കാടിന്റെ ഉള്ളിൽ കാണാൻ സാധ്യതയുള്ള അത്തരം പ്ലാന്റുകളിൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു. മാത്രമല്ല ഇതിനകത്ത് മൊബൈലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ മഞ്ഞ് കിട്ടും, മഴയായിട്ട് വീഴുന്ന രൂപത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് മൊബൈൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്ന ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല വാട്ടറിംഗ് എല്ലാം ഓട്ടോമൈസ്ഡ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടൈമിങ്ങിനനുസരിച്ചിട്ട് ഇറിഗേഷൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലീനിങ്ങിനെല്ലാം അത്തരത്തിലെല്ലാം വളരെ ഹൈജീൻ ആയിട്ടുള്ള വേറൊരു പാറ്റേണിൽ അത് ചെയ്തിട്ടുള്ളത്. കാരണം വീടിനോട് ചേർന്ന സ്ഥലത്തായതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അത് വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ വീടിന്റെ ഡൈനിങ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ഒരു കാട് കാണാവുന്ന അവസ്ഥയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വരുന്നവർക്ക് ഏറ്റവും വലിയ ആകർഷണവും ആ കാട് തന്നെ.